Hi students, welcome to EdDream. So today we are going to deal with the paper Poetry and Drama. Okay, 17th and 18th century and Unit 2. Okay, so we have already completed the first unit and now we are going to learn the second unit. Okay, so നമ്മൾ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നതെല്ലാം മൊത്തമായിട്ടും നമ്മുടെ ജോൺ വെബ്സ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ? അതായത് നമ്മുടെ ജോൺ വെബ്സ്റ്ററിൻ്റെ ഏത് വർക്കാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്? നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന അല്ലേ, ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന വർക്കായിരുന്നു നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്നത്. സോ യൂണിറ്റ് 1 നമ്മൾ പോയട്രിയുടെ അല്ലേ, പോയട്രിയുടെ ഒരു എന്താ പറയുക ഇൻട്രൊഡക്ഷനും ഡ്രാമയുടെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ അതൊക്കെ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു നമ്മൾ യൂണിറ്റ് 1 ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ദ ജാക്കോബിയൻ ഡ്രാമ പീരീഡ് അല്ലേ, ഡ്രാമ പീരീഡ് ജാക്കോബിയൻ പീരീഡിലായിരുന്നല്ലോ നമ്മുടെ ജോൺ വെബ്സ്റ്ററിൻ്റെ ഒരു എന്താ പറയുക കമ്മിങ് എന്ന് പറയുന്നത്. സോ അതായിരുന്നു നമ്മുടെ first unit. Okay, so second unit is all about what the playwright and his dramatic art. ജോൺ വെബ്സ്റ്ററിൻ്റെ ഒരു ഡ്രമാറ്റിക് ആർട്ട്, അദ്ദേഹം എങ്ങനെയാണ് ഡ്രാമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെതായ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് എന്താണ്? ജോൺ വെബ്സ്റ്റർ ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രാജഡി എന്നാണ്. ഓക്കെ, സോ റിവെഞ്ച് പ്ലേസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ സംസാരിച്ചപ്പോൾ റിവെഞ്ച് പ്ലേസിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു അല്ലേ. എന്താ റിവെഞ്ച് പ്ലേസ് എന്ന് പറയുന്നത്? പ്രതികാരം അല്ലേ കൊണ്ട് നടക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും അതിൽ മെയിനായിട്ടുണ്ടായിരിക്കുക. സോ അവരുടെ ഒരു എന്താ പറയുക ക്യാരക്ടേഴ്സും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു തരം പ്ലേസാണ് റിവെഞ്ച് പ്ലേസ്. നമ്മൾ സെനേക്കൻ പ്ലേസ് ട്രാജഡി എന്നൊക്കെ പറഞ്ഞില്ലേ, സോ അതുപോലെ. അപ്പോൾ ഇവിടെയും ഒരു കോൺസെപ്റ്റ് ഓഫ് റിവെഞ്ച് പ്ലേസ് കടന്നു വരുന്നുണ്ട് കേട്ടോ. സോ അതിന് മുന്നേ നമുക്ക് നോക്കാം ജോൺ വെബ്സ്റ്റർ ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രാജഡി എന്താണ്. ട്രാജഡിയിലേക്ക് ജോൺ വെബ്സ്റ്റർ എങ്ങനെയാണ് എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെതായ കഴിവ് ട്രാജഡിയിൽ തെളിയിച്ചിട്ടുള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ വെബ്സ്റ്റർ ഇസ് ഓഫൺ നോൺ ആസ് ട്രാജിക് ആർട്ടിസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രാജിക് ആർട്ടിസ്റ്റ്. അപ്പോൾ വെബ്സ്റ്ററിനെ പലപ്പോഴും ആളുകൾ വിളിച്ചിരുന്നത് ട്രാജിക് ആർട്ടിസ്റ്റ് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം അല്ലേ? ട്രാജഡീനെ അത്രത്തോളം കൈകാര്യം ചെയ്യുന്ന ഒരാളെയാണല്ലോ നമുക്ക് ആർട്ടിസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാജഡിയെ നേരവണ്ണം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വെബ്സ്റ്റർ ഇസ് ഓൾവേസ് നോൺ ആസ് ട്രാജിക് ആർട്ടിസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ദെൻ ഇറ്റ് ഈസ് by his temperament. Okay, so the name was given by considering his temperament. എന്താ ടെമ്പറമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം കൂടി പരിഗണിച്ചിട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു പേര് ഇട്ടത് എന്നാണ് പറയുന്നത്. Then his vision of the world was shaped by the transition from Elizabethan golden age to the darker, more cynical Jacobean era. Okay, so എന്താ പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞു അല്ലേ, നമ്മുടെ ജാക്കോബിയൻ ഇറ വരുന്നത് എലിസബത്തൻ ഇറ കഴിഞ്ഞിട്ടുള്ള ടൈം പീരീഡാണ്. നമ്മുടെ 17th സെഞ്ച്വറി ആണല്ലോ പറയുന്നത്, 18th സെഞ്ച്വറി ആണല്ലോ. അപ്പോൾ എലിസബത്തൻ ഇറ എന്ന് പറയുന്നത് ഡ്രാമയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു പീക്ക് ലെവലൊക്കെ ആയിരുന്നു എലിസബത്തൻ ഏജിൽ. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ജാക്കോബിയൻ ഇറയിലേക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു വേർഷൻ എന്നുള്ളത് കുറച്ചുകൂടി മോർ ഡാർക്കർ ആവാൻ തുടങ്ങി അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അദ്ദേഹത്തിൻ്റെ വേൾഡിനോടുള്ളൊരു വിഷൻ, ഒരു കാഴ്ചപ്പാട് എന്നത് ഷെയ്പ്പ് ചെയ്യപ്പെട്ടത് എവിടുന്ന് മുതലാണ്? ആ ഒരു ട്രാൻസിഷൻ. ഏത് ട്രാൻസിഷൻ? ഗോൾഡൻ ഏജിൽ നിന്ന് അല്ലേ, ഗോൾഡൻ ഏജിൽ നിന്ന് ഒരു ഡാർക്കറും അതേപോലെ തന്നെ മോർ സിനിക്കൽ ജാക്കോബിയൻ ഇറയിലേക്ക് ആ ട്രാൻസിഷനിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വേൾഡ് അല്ലേ, ലോകത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഷെയ്പ്പ് ചെയ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സിനിക്കൽ എന്ന് പറഞ്ഞാൽ ബിലീവിങ് ദാറ്റ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് പ്യൂർലി ബൈ സെൽഫ് ഇൻട്രസ്റ്റ്, ഡിസ്ട്രസ്റ്റ്ഫുൾ അല്ലേ,
ഓഫ് ഹ്യൂമൻ സിൻസിയറിറ്റി ഓർ ഇൻറ്റഗ്രിറ്റി. അതായത് സിനിക്കൽ എന്ന് പറയുമ്പോൾ അതന്നെ, അതായത് ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക മോട്ടിവേഷൻ ഉണ്ട്, ഒരു സെൽഫ് ഇൻട്രസ്റ്റ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻട്രസ്റ്റോടു കൂടി ഉണ്ടാകുന്നൊരു മോട്ടിവേഷൻ. അതുപോലെ തന്നെ ട്രസ്റ്റ്ഫുൾ ഓഫ് ഹ്യൂമൻ സിൻസിയറിറ്റി, അതായത് ഹ്യൂമൻ സിൻസിയറിറ്റിനോട് നമുക്കൊരു വിശ്വാസമില്ലായ്മ, അതിനൊക്കെയാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് ആ സിനിക്കൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങും വരുന്നത്. സോ ആ ഗോൾഡൻ ഏജിൽ നിന്ന് ഡാർക്കർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ആ ജാക്കോബിയൻ ഇറയിൽ കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ മെയിൻ അത് ഇൻട്രൊഡക്ഷൻ പാർട്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്ന പോലെ ആ ഒരു ഫസ്റ്റ് കാണുന്നതാണ്. അതായത് 2.1 കൊടുത്തിരിക്കുന്ന ട്രാജഡിയുടെ കോൺസെപ്റ്റ് കൊടുത്തിരിക്കുന്ന അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വർക്ക്സിൽ കാണുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് എന്താണ് പെക്യുലിയാരിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ദ ഷിഫ്റ്റ് ഇൻ സിമ്പതി എന്നാണ് കാണുന്നത്. അതായത് ദ ഷിഫ്റ്റ് ഇൻ സിമ്പതി. ആ സിമ്പതി എന്ന് പറയുന്നത് നമുക്ക് വേറൊരാളോട് തോന്നുന്ന ഒരു അലിവ് അല്ലേ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്ലേസിൽ, അതായത് റിവെഞ്ച് പ്ലേസിൽ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കിഡ്, സെനേക്ക, ഇതൊക്കെ റിവെഞ്ച് പ്ലേസ് ആണ്. സെനേക്കൻ ട്രാജഡിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അതിലൊക്കെ കണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവെഞ്ചിലെ, അതായത് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, എന്നിട്ട് ആ പറ്റിയത് കൊണ്ട് അയാൾക്ക് ഒരു പ്രതികാര മനോഭാവം അയാൾ ഉടലെടുക്കുകയും എന്നിട്ട് എന്താണ് ദാറ്റ് വൺ പേഴ്സൺ ഇസ് ഗോയിങ് ടു ടേക്ക് എ റിവെഞ്ച് അപ്പോൺ ദാറ്റ് പേഴ്സൺ അല്ലേ. അപ്പോൾ അയാൾ ഒരു റിവെഞ്ച് ചെയ്യാൻ അവിടെ എന്താ പറയുക തയ്യാറാവുകയും അങ്ങനെ അത് ലാസ്റ്റ് ഒരു പണിഷ്മെൻറ്റിലേക്ക് കിടക്കുകയും ഒക്കെയാണല്ലോ ഈ റിവെഞ്ച് പ്ലേസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറയുക ഈ ഓഡിയൻസ് അല്ലേ, ട്രഡീഷണൽ റിവെഞ്ച് പ്ലേസിൽ ഓഡിയൻസിന് എപ്പോഴും യൂഷ്വലി അവർ സിമ്പതൈസ് ചെയ്യുക ആരുമായിട്ടാണ്, അതായത് വിത്ത് ദ അവെഞ്ചർ സീക്കിംഗ് ജസ്റ്റിസ് അല്ലേ. ഈ പ്രതികാരം ചെയ്യുന്ന ആളെയാണ് നമ്മൾ അവെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവെഞ്ചർ ഒരു എന്താ പറയുക ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പ്രതികാരം ചെയ്യുന്നത്. അതായത് ഈ പ്രതികാരം എന്ന് പറയാൻ കാരണം എന്താണ്, ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ആദ്യമേ വന്നിട്ടുണ്ടാവും, അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രതികാരം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓട്ടമുണ്ടല്ലോ ഈ പ്രതികാരം ചെയ്ത ആൾ, അപ്പോൾ അവരോടാണ് നമുക്ക് മീൻസ് ട്രഡീഷണൽ റിവെഞ്ച് പ്ലേസിൽ ഓഡിയൻസിന് സിമ്പതി തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ജോൺ വെബ്സ്റ്റർ അതിനെ നേരെ ഫ്ലിപ്പ് ചെയ്തു. ഹി ജസ്റ്റ് ഫ്ലിപ്പ് ദാറ്റ് കോൺസെപ്റ്റ് ആൻഡ് ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി, എന്നിട്ട് ആ കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫിയിൽ, ഡച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, ഡ്യൂക്ക് എന്ന് പറഞ്ഞ പ്രഭു എന്നാണ്, ഡച്ചസ് പ്രഭുവിൻ്റെ ഡ്യൂക്കിൻ്റെ ഭാര്യയെ നമ്മൾ ഡച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ഡെത്താണ്, ഡച്ചസിൻ്റെ ഡെത്താണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ള വർക്കിൽ നമ്മൾ സിമ്പതൈസ് ചെയ്യുക ആരുമായിട്ടാണ് അറിയോ, ആ വിക്റ്റിമാണ്. അത് ആരാണോ ഇരയാക്കപ്പെടുന്നത്, ആ പ്രതികാരത്തിൽ ആരാണോ ഇരയാക്കപ്പെടുന്നത് അവരുമായിട്ടാണ് നമുക്ക് എന്ത് തോന്നുക, നമുക്ക് സിമ്പതി തോന്നുക എന്നാ പറയുന്നത്. ഓക്കെ, അതായത് ദ ഡച്ചസ് ഓഫ് മാൽഫി വി സിമ്പതൈസ് വിത്ത് ദ വിക്റ്റിം, ദാറ്റ് ഈസ് ദ ഡച്ചസ്, വൈൽ ഹർ ബ്രദേഴ്സ് അതായത് കാർഡിനൽ ആൻഡ് ഫെർഡിനാൻഡ് ആർ വ്യൂഡ് ആസ് മാർഷിവിലിയൻ വില്ലൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കും ഡച്ചസ് ഓഫ് മാൽഫിയുടെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദ കമ്മിങ് യൂണിറ്റ്സ്. ഓക്കെ, സോ അതിൽ 2 ബ്രദേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട്, കാർഡിനൽ ആൻഡ് ഫെർഡിനൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ബ്രദേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട്. സോ അവർ ഈ വിക്റ്റിം ഡച്ചസ് വിക്റ്റിം ഇടയാവാൻ ഒരു കാരണമായിട്ടുണ്ട് ആ 2 ബ്രദേഴ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവെഞ്ചറിനെ അല്ല നമ്മൾ സിമ്പതൈസ് ചെയ്യുന്നത്, പകരം വിക്റ്റിമിനെയാണ്. ഓക്കെ, വിക്റ്റിമിനെയാണ്. സോ ദ സിമ്പതി ഗോസ് ടു വിക്റ്റിം, നോട്ട് ടു ദ നോട്ട് ടു അവെഞ്ചർ. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്, അതായത് ദ സിമ്പതി ഷിഫ്റ്റ് അല്ലേ, ഷിഫ്റ്റ് ഇൻ സിമ്പതി. രണ്ടാമത്തെ പറയുന്നതാണ് ദർ ഇസ് നോ ഡിവൈൻ പവർ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഡീപ്പ് പിറ്റ് ഓഫ് ഡാർക്ക്നെസ്, അതായത് ഡാർക്ക്നെസ്സിൻ്റെ അഗാധമായിട്ടുള്ള ഒരു പിറ്റ് എന്നുള്ളത്. അതായത് ആസ് ദ ക്രിട്ടിക് Bogard notes, Webster sees the world as a place where mankind is womanish and fearful. അതായത് ഒരു ക്രിട്ടിക്കായിട്ടുള്ള ബൊഗാർഡ് നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, വെബ്സ്റ്റർ ഈ വേൾഡിനെ കാണുന്നത് ഒരു
മാൻകൈൻഡ് ഈസ് വിമനിഷ് ആൻഡ് ഫിയർഫുൾ. അതായത് ഈ മാൻകൈൻഡ് അതായത് ഒരു ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര വിമനിഷ് ആണെന്ന്, അതായത് എപ്പോഴും ഫിയർഫുൾ ആയിരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്ന പോലെയാണ് വെബ്സ്റ്റർ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ദർ ഇസ് നോ പവർ എന്നുള്ള, അതായത് ഡിവൈൻ പവർ, നോ ഡിവൈൻ പവർ ടു സേവ് ദ ഹീറോ. ഒരു ഹീറോനെ അവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഡിവൈൻ പവറും അവിടേക്ക് വരില്ല എന്നാണ് പറയുന്നത്. പകരം ഇൻസ്റ്റെഡ് എന്താ വരുന്നത്, ട്രാജഡി ഈസ് കോസ്ഡ് ബൈ സോഷ്യൽ ഒപ്രഷൻ, എ കറപ്ഷൻ ഓർ കറപ്റ്റ് കോർട്ട് ഓഫ് ലോ ആൻഡ് ദ ഇൻഹ്യൂമാനിറ്റി ഓഫ് മാൻ ടു മാൻ, അല്ലേ? അതായത് ട്രാജഡി, ഒരു ദുരന്തം സംഭവിക്കുക എന്നുള്ളത് എന്താണ്, ആ ഹീറോൻ്റെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ചുറ്റുമുള്ള സോഷ്യൽ സർക്കംസ്റ്റൻസസ് ആയിരിക്കാം, അതുപോലെ തന്നെ കോർട്ട് ഓഫ് ലോ, അല്ലേ, കറപ്ഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ളതായിരിക്കാം, അതുപോലെ തന്നെ ഇൻഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലായ്മ, മനുഷ്യനോട് കാണിക്കുന്ന മനുഷ്യത്വമില്ലായ്മ എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മുടെ ട്രാജഡി ആർക്ക് സംഭവിക്കുന്നത്, അത് ക്യാരക്ടർ, അത് ഹീറോ, അല്ലേ, ഇത് പ്രൊട്ടഗോണിസ്റ്റ്, അവർക്കൊക്കെ സംഭവിക്കുന്നത് എന്നാണ് വെബ്സ്റ്റർ പറയുന്നത്. അല്ലാതെ ഒരു ഡിവൈൻ പവർ അവിടെ രക്ഷിക്കാനൊന്നും വരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് what there is no divine power. That's the second one. Then the third concept, complexity of character. Okay, അടുത്തതാണ് കോംപ്ലക്സിറ്റി ഓഫ് ക്യാരക്ടർ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോംപ്ലക്സിറ്റി ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഏർലിയർ പ്ലേസിൽ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഗുഡ് ഇവിൾ ആർക്കിടൈപ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഗുഡ് ആയിരിക്കും, അല്ലെങ്കിൽ എബിൾ ആയിട്ടുള്ള ഒരു ആർക്കിടൈപ്സ്, അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള ഒരു പ്രതിരൂപ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡ്രാമയിൽ കാണാം. ഓക്കെ, അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളൊക്കെയാണ് ഈ ആർക്കിടൈപ്പ് എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, സോ വെബ്സ്റ്ററിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ആയിട്ടുള്ള ക്യാരക്ടറും ഒരു എബിൾ ആയിട്ടുള്ള ക്യാരക്ടറും മാത്രമല്ല, ബട്ട് ദ ബ്ലെൻഡ് ഓഫ് ബോത്ത് എന്നാണ് പറയുന്നത്. അതായത് ഗുഡും എബിളും ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബ്ലെൻഡ്, അല്ലേ, ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സിറ്റുവേഷനാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്, വെബ്സ്റ്ററിൻ്റെ പ്ലേസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദ ബ്ലെൻഡ് ഓഫ് ബോത്ത് good and evil characters. Okay, so they are more complicated than those of Chapman. Chapman എന്ന് പറയുന്നത് ഒരു വർക്കാണ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. സോ അതിനേക്കാളും കോംപ്ലക്സിറ്റി നിറഞ്ഞതാണ് ഇത്തരത്തിലുള്ള വർക്ക്സുകൾ എന്നാണ് പറയുന്നത്. They represent normative examples of his tragic vision, individuals caught in broad socially driven tragedy എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ജോൺ വെബ്സ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അല്ലേ, കോൺട്രിബ്യൂഷൻസ്, മീൻസ് എന്താണ്, സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്, അതായത് ട്രാജഡി അല്ലെങ്കിൽ ഡ്രാമയിലേക്ക്. സോ വെബ്സ്റ്റർ ഡിഡിൻറ്റ് ജസ്റ്റ് write revenge plays, he revolutionized the genre by adding layers of psychological depth and poetic beauty. അതായത് അദ്ദേഹം റിവെഞ്ച് പ്ലേസ് വെറുതെ അങ്ങോട്ട് എഴുതുക മാത്രമല്ല ചെയ്തത്, പക്ഷേ അതിന് പകരം ഒരു റെവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രാമയിലേക്ക് കുറച്ചുകൂടി പോയറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിയും പിന്നെന്താണ് കുറച്ചുകൂടി സൈക്കോളജിക്കൽ ഡെപ്തും കൂടിയും കൊടുത്തിട്ട് അതിലൊരു റെവല്യൂഷൻ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് പറയുന്നത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പാത്തോസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് പാത്തോസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിക്ഷേപണങ്ങൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു പിറ്റി, ഒരു ദയ. അതായത് നമ്മളൊരു ട്രാജഡി കാണുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയുടെ കൂടെ നമ്മൾ കരയും, അല്ലേ? ചിലപ്പോൾ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഒരു 10-12 തവണ കണ്ടാലും അപ്പോഴും ട്രാജിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലേ, നമുക്ക് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന സീൻ വരുമ്പോൾ അവർക്ക് അപ്പോഴും സെൻസിറ്റീവായ ആൾക്കാർ കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ അതാ പറയുന്നത് ഒരു പിറ്റി, ഒരു ദയ, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലേ, അതിനെയാണ് പാത്തോസ് എന്ന് പറയുന്നത്. ദ ക്വാളിറ്റി ദാറ്റ് ഇവോക്സ് പിറ്റി. പിറ്റീനെ ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, മനുഷ്യൻ്റെ ആ ഒരു ക്വാളിറ്റി. നമ്മളെപ്പോഴും പറയും കൈൻഡ്ഫുൾ ആയിരിക്കണം, ഒരാളോട് കൈൻഡ്ഫുൾ ആയിരിക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. സോ ആ ഒരു ക്വാളിറ്റീനെ ഇവോക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനാണ് പാത്തോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പാത്തോസിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമുക്ക് ജോൺ വെബ്സ്റ്റർ ആണെന്ന് പറയാം. ഓക്കെ, സോ പണ്ടത്തേക്ക് ഏർലിയർ ആയിട്ടുള്ള ജാക്കോബിയൻ പ്ലേ റൈറ്റ്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തായിരുന്ന ഹൊറർ ആയിരുന്നു. ഓക്കെ, ഹൊറർ ടൈപ്പ് ഓഫ് ഡ്രാമാസ് ആയിരുന്നു. പക്ഷേ വെബ്സ്റ്റർ എന്ന് പറയുന്നത്
മാസ്റ്റർ ഓഫ് പാത്തോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മാസ്റ്റർ ഓഫ് പാത്തോസ് ആണ് അറിയപ്പെടുന്നത്. ദ ക്വാളിറ്റി ദാറ്റ് ഇവോക്സ് പിറ്റി, നമ്മൾ പറഞ്ഞു പാത്തോസ് എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ദാറ്റ് ഇവോക്സ് പിറ്റി. ഓക്കെ, then the death of the Duchess, her children and her servant is described by critics like Charles Lamb as moving the audience more deeply than anything else in English drama. ഓക്കെ, അപ്പോൾ ചാൾസ് ലാംബ് എന്ന് പറയുന്ന ഫേമസ് ക്രിട്ടിക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ജോൺ വെബ്സ്റ്ററിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ആ വർക്കിലുണ്ട്, ആ ഡ്രാമയിലെ ഡച്ചസിൻ്റെ ഡെത്ത്, ആ മരണം, ഡച്ചസിൻ്റെ മരണം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡച്ചസിൻ്റെ മക്കൾ അല്ലേ, ചിൽഡ്രൻ, അതുപോലെ തന്നെ ആ സ്ത്രീയുടെ സെർവൻറ്റ് അല്ലേ, ഇവരുടെയൊക്കെ ഇമോഷൻസും ഇവരുടെയൊക്കെ സ്വഭാവം കാരണം, അല്ലെങ്കിൽ ആ ഓഡിയൻസ്, അതായത് അത് കാണുന്ന, ആ ഡ്രാമ കാണുന്ന ഓഡിയൻസിന് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അവരും ഈ കുട്ടികളെ പോലെ അല്ലെങ്കിൽ ആ സെർവൻറ്റിനെ പോലെ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ചാൾസ് ലാംബ് പറയുന്നത്. എങ്ങോട്ട്? മോർ ഡീപ്ലി ദാൻ എനിത്തിങ് എൽസ് ഇൻ ഇംഗ്ലീഷ് ഡ്രാമ. അതായത് വേറൊരു ഇംഗ്ലീഷ് ഡ്രാമയിലും കാണാത്ത അത്രത്തോളം ആഴത്തിൽ ചെന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാരക്ടേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ചാൾസ് ലാംബ് ജോൺ വെബ്സ്റ്ററിൻ്റെ വർക്കായിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഇൻട്രൊഡക്ഷൻ ഓഫ് പാത്തോസ്, അപ്പോൾ അതായത് ഓഡിയൻസിന് അത്രത്തോളം അതിൻ്റെ ആ ഒരു എസെൻസ് കിട്ടാൻ, ആ ഡ്രാമയുടെ എസെൻസ്, അതായത് ആ പാത്തോസ് ഇവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോറി. സോ ഹീ just introduced firstly, അല്ലെങ്കിൽ he firstly introduced, or he is the one person who introduced the concept pathos. Okay, then next one is terror as art എന്നുള്ളതാണ്, terror as art. Then he used paraphernalia of terror. അതൊരു വേർഡാണ് ടെറർ എന്നുള്ള, അതായത് നമ്മൾ കുറച്ചും കൂടി ടെറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേടി എന്നാണല്ലോ. അപ്പോൾ ആ പേടിയെ ഒന്നും കൂടി ഭംഗിവൽക്കരിച്ച് പറയുക എന്നുള്ളതാണ്. അതായത് ഒന്നുമില്ല, പാരഫാർനേലിയ ഓഫ് ടെറർ റെഫേഴ്സ് ടു ദ എക്യുപ്മെൻറ്റ്, സിംബൽസ്, propaganda and materials used to support, promote, to carry outcast of terrorism അല്ലേ. ടെററിസത്തിൻ്റെ ആ ഭീതിയിൽ പുറത്താക്കപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റോ സിംബൽസോ പ്രൊപ്പഗാൻഡോ മെറ്റീരിയൽസോ എന്തോ ആവാം, അതിനെയാണ് ഈ പാരഫാർനേലിയ എന്ന് പറയുന്നത്. അത് നിങ്ങൾ അതൊന്ന് ആ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്താ പറയുന്നത്, പാരഫെർനാലിയ ഓഫ് ടെറർ. ഓക്കെ, പാരഫെർനാലിയ ഓഫ് ടെറർ, പാരഫെർനാലിയ ഓഫ് ടെറർ, ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു എന്താ പറയുക, ഈ ഒരു പോയിന്റ് ടെറർ ആസ് ആർട്ട് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു വേർഡും കൂടി അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് പാരഫെർനാലിയ ഓഫ് ടെറർ. അതായത് ദ കോഡ്, ദ കോഫിൻ, ദ സ്കൾ ആൻഡ് ദ ഡാൻസ് ഓഫ് മാഡ്മാൻ. ഇപ്പം ഡെത്തിനെ നമ്മൾ, അല്ലെങ്കിൽ ടെററിനെ സൂചിപ്പിക്കാൻ വേണ്ടി, സിംബലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങളാണല്ലോ ഈ കോഡ് അല്ലേ. അതായത് കയറ്, നമ്മൾ പെട്ടെന്ന് ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ അവിടെ മരണത്തിൻ്റെ കയറ് വരും സിംബലൈസ് ആയിട്ട്. കഫിൻ എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി, സ്കള് നമ്മുടെ അസ്ഥികൂട അല്ലേ, തലയോട്ടി. ആൻഡ് ദ ഡാൻസ് ഓഫ് ദ മാഡ്മാൻ, ഒരു പ്രാന്ത് പിടിച്ച ഒരാളിങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുക. അതൊക്കെ എന്താ അതിൻ്റെ അർത്ഥം, നമ്മളെ ഭീതിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് അതെല്ലാം. സോ അതിനെയാണ് ഈ പാരഫെർനാലിയ ഓഫ് ടെറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളതിനെ കാണിക്കാൻ വേണ്ടി പ്രൊപ്പഗാൻഡ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഓക്കെ, സോ അദ്ദേഹം ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വൈൽ അതർ റൈറ്റേഴ്സ് യൂസ്ഡ് ദീസ് ഫോർ ചീപ്പ് ഷോക്സ്, വെബ്സ്റ്റർ യൂസ്ഡ് ദം ടു ക്രിയേറ്റ് എ ഡ്രമാറ്റിക് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ബാക്കി പല ഡ്രമാറ്റിസ്റ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എന്താണ്, കുറച്ചും കൂടി വെറുതെ ഒരു ഷോക്ക്, ആൾക്കാരെ ഒന്ന് പെട്ടെന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ചീപ്പായിട്ടുള്ളൊരു ഷോക്കിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകാർ അത് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ജോൺ വെബ്സ്റ്റർ അത് യൂസ് ചെയ്തിട്ടുള്ളത് വെറുതെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി മാത്രമല്ല. ഇൻസ്റ്റഡ് ഹി യൂസ്ഡ് ദീസ് കൈൻഡ്സ് ഓഫ് these kinds of നമുക്കെന്ത് പറയാം, these kinds of the concepts ആണല്ലോ, യെസ്, these kinds of concepts to create a dramatic atmosphere. ആ ഡ്രാമേനെ കുറച്ചും കൂടി ഡ്രമാറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ്സ്റ്റർ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വേർ ഫിസിക്കൽ വയലൻസ് സെർവ്ഡ് ആസ് സർവീസ് ഓഫ് പോയട്രി അല്ലേ. ആ ഒരു ഫിസിക്കൽ വയലൻസ് നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റും, സെർവ് ചെയ്യാൻ പറ്റും. ഒരു പോയട്രീനെ പോലെ അത്തരത്തിൽ ഡീപ്പായിട്ട് നമുക്ക് ഡ്രാമയെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ ടെറർ ആസ് ആർട്ട് എന്നുള്ളതാണ് സെക്കൻഡ് കോൺട്രിബ്യൂഷൻ. ഇനി തേർഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മോറൽ വിഷനാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ജോൺ വെബ്സ്റ്റർ കുറച്ചുകൂടി മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഡെസ്പൈറ്റ് ദ ബ്ലഡ് ആൻഡ് ഗോസ്റ്റ്, വെബ്സ്റ്റേഴ്സ് ഐസ് ഇസ് നെവർ ബ്ലൈൻഡ് ടു മോറൽ ട്രൂത്ത്. ഓക്കെ, അതായത് കുറേ ബ്ലഡ് ഷെഡ്സും കുറേ ഗോസ്റ്റിനെയും കുറേ ടെററായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുമെങ്കിൽ പോലും അദ്ദേഹം മോറൽ ട്രൂത്തിന് ഒരിക്കലും ബ്ലൈൻഡ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. മോറൽ ട്രൂത്തിന് അദ്ദേഹം ആവശ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി എംഫസൈസസ് ദാറ്റ് ഈവൻ ഇഫ് ദ ഇന്നസെൻറ്റ് ആർ ഡിസ്ട്രോയിഡ് ദേ ക്യാൻ മെയിൻറ്റെയിൻ ആൻ ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് അദ്ദേഹം എംഫസൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടായാലും അല്ലേ, നശിച്ചു പോയാലും ദേ ക്യാൻ മെയിൻറ്റെയിൻ ആൻ ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ്, ഒരു ലൈഫിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഔട്ട് ലാസ്റ്റ് ദെയർ പെർസിക്യൂട്ടേഴ്സ് അല്ലേ, അതായത് അത് ഔട്ട്ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പെർസിക്യൂട്ടേഴ്സ്. എന്താണ് പേഴ്സൺ ഹൂ പെർസിക്യൂട്ട് സംവൺ എസ്പെഷ്യലി ഫോർ ദ എത്നിസിറ്റി, റിലീജിയൻ അല്ലേ, അവരെ പിന്തുടർച്ചയായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ഈ പെർസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതൊരു മലയാളത്തിൻ്റെ അർത്ഥമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർസിക്യൂട്ടറിനെ ഇങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒപ്രഷനിലൂടെ എന്നൊക്കെ അല്ലേ, പിന്നീട് വരുന്ന ആൾക്കാർ വരുന്ന ഒരു ഔട്ട്ലാസ്റ്റ് അല്ലേ, ദാറ്റ് ഔട്ട്ലാസ്റ്റ് ദെയർ പെർസിക്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെയിറ്റ്, ഐ വിൽ ടെൽ യു. അതൊരു പെർസീവറൻസ്, എൻഡ്യൂറൻസ്, ടോളറൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലൂടെയൊക്കെയാണ് ഇത് പറയുന്നത്. മോറൽ വിഷൻ അങ്ങനെയാണല്ലോ എപ്പോഴും അല്ലേ, ഒരു മൊറാലിറ്റി, ഒരു ധാർമ്മികത എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെ വരുന്നത് ലൈഫിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. കുറേ പീഡനങ്ങൾ സഹിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് വേസിലൂടെ മുന്നോട്ട് പോവുകയാണല്ലോ മോറൽ ട്രൂത്ത് വേണ്ടത്. സോ അത്രയും കാര്യങ്ങളാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ജോൺ വെബ്സ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് പാത്തോസ്, ടെറർ ആസ് ആർട്ട് ആൻഡ് മോറൽ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ജോൺ വെബ്സ്റ്റർ ആൻഡ് ജാക്കോബിയൻ ഡ്രാമ, ഡൊമിനൻറ്റ് ടെൻഡൻസീസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ജോൺ വെബ്സ്റ്ററും ജാക്കോബിയൻ ഡ്രാമയും. എപ്പോഴും നമ്മൾ ജോൺ വെബ്സ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ജാക്കോബിയൻ ഡ്രാമ. ആ ഒരു ആ പീരീഡിലെ ഡ്രാമാസിനും പ്ലേസിനും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ, ഇതെല്ലാം നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡോമിനൻ്റ് ടെൻഡൻസീസ്, അതായത് മുന്നിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ടെൻഡൻസീസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ ജാക്കോബിയൻ ഫിലോസഫീസ് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഓരോ ഫിലോസഫേഴ്സ് അവരുടേതായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിനാണ് ഫിലോസഫി എന്ന് നമ്മൾ പറയുക. സോ ഇവിടെ ജാക്കോബിയൻ ഫിലോസഫി, നമ്മുടെ വെബ്സ്റ്റേഴ്സ് ഫിലോസഫി അല്ലേ, ജോൺ വെബ്സ്റ്ററിൻ്റെ ഫിലോസഫി ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സോ ഇതൊക്കെ വെബ്സ്റ്ററിൻ്റെ ഫിലോസഫീസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നതാണ് ഡൊമിനൻറ്റ് ടെൻഡൻസീസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡൊമിനൻസ് ടെൻഡൻസീസ്? റിയലിസം വേഴ്സസ് റൊമാൻസ്. ഓക്കെ, ദെൻ ദ ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ട്, ദെൻ ദ ആബ്സെൻസ് ഓഫ് ദ ഫൂൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 കാര്യങ്ങളാണ് ഈ ഡൊമിനൻറ്റ് ടെൻഡൻസീസിലായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് 1 by 1 ആയിട്ട് നോക്കാം. റിയലിസം വേഴ്സസ് റൊമാൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം റിയലിസം എന്താണ്? റിയലിസം എന്ന് പറഞ്ഞാൽ റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങളെ അങ്ങനെ ഡ്രാമയിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലിറ്ററേച്ചറിൽ കൊണ്ടുവരുന്നതാണ് റിയലിസം അല്ലേ. എവ്രിതിങ് അല്ലേ, എവ്രി കോൺസെപ്റ്റ് അല്ലെങ്കിൽ എവ്രി സർക്കംസ്റ്റൻസസ്, സിറ്റുവേഷൻസ് ആൻഡ് എവ്രിതിങ് വിൽ ബി ദ ഫോം ഓഫ് റിയൽ തിങ്സ് അല്ലേ. റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം. റൊമാൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, റൊമാൻറ്റിക് ഏജിൽ 18th century റൊമാൻറ്റിക് ഏജിൽ നമ്മൾ പഠിച്ചു. റൊമാൻസിൽ കുറച്ചും കൂടി ഇമാജിനേഷൻ, ഭാവനയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ, നമ്മുടെ ഇമോഷൻസ്, പിന്നെ പോയറ്റ്സിൻ്റെ അവരുടേതായ എന്താ പറയുക എക്സ്പീരിയൻസസ് ഒക്കെയാണ് അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് റൊമാൻസും റിയലിസവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ
Shakespeare often wrote about imaginary world or national history. Jacobean drama focused on vices of contemporary society. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷേക്സ്പിയർ ഉണ്ടല്ലോ, വില്യം ഷേക്സ്പിയർ, അദ്ദേഹം പോയട്രി അല്ലെങ്കിൽ ഡ്രാമയൊക്കെ എഴുതിയപ്പോൾ കുറച്ചുകൂടി ഇമാജിനറി ആയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. എന്നാൽ ജാക്കോബിയൻ ഡ്രാമയിൽ കുറച്ചും കൂടിയും ഫോക്കസ് കൊടുത്തിട്ടുള്ളത് വൈസ് ഓഫ് കണ്ടംപററി സൊസൈറ്റി, അതായത് കണ്ടംപററി സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെയായിരുന്നു കുറച്ചുകൂടിയും ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജാക്കോബിയൻ ഡ്രാമയിൽ. ക്യാരക്ടേഴ്സ് ബിക്കെയിം സെറ്റോറിസ്റ്റ് ഹൂ അറ്റാക്ക് ദ എവിൾ സൊസൈറ്റി ദേ ലിവ്ഡ് ഇൻ, അല്ലേ? അപ്പോൾ അതിൽ ജാക്കോബിയൻ ഡ്രാമയിൽ കാണുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ വിൽ ബി ദ ക്രിട്ടിക്സ് ഓഫ് ദ എവിൾ ഓഫ് സൊസൈറ്റി, അല്ലേ? സൊസൈറ്റിയിൽ നടക്കുന്ന എവിൾനെസ് കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു സറ്റയറിസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ ജാക്കോബിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതാണ് റിയലിസം വേഴ്സസ് റൊമാൻസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് മറക്കാതിരിക്കുക, റിയലിസം വേഴ്സസ് റൊമാൻസ്, അല്ലേ? റിയലിസവും റൊമാൻസും തമ്മിൽ ഒരു ഡിഫറൻസ്. ഷേക്സ്പിയർ എന്ത് യൂസ് ചെയ്തു, എന്നാൽ ജാക്കോബിയൻ പീരീഡിലെ ആളുകൾ എന്ത് യൂസ് ചെയ്തു എന്നുള്ളത്. അടുത്തതാണ് ദ ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ട്. മെനി പ്ലേസ് ഓഫ് ദിസ് പീരിയഡ്, അതായത് ജാക്കോബിയൻ പീരിയഡ്, ഇൻക്ലൂഡിങ് വെബ്സ്റ്റേഴ്സ് മാസ്റ്റർ പീസസ് വേഴ്സെറ്റ് ഇൻ ഇറ്റലി. അപ്പോൾ എല്ലാറ്റിനും, അല്ലേ, വെബ്സ്റ്റേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ പീസിലടക്കം നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു? ഒരു ഇറ്റാലിയൻ, അല്ലേ, ഇറ്റലിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ദിസ് വാസ് എ ലിറ്റററി ഷോർട്ട് ഹാൻഡ് ഫോർ എ ലാൻഡ് ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് കറപ്ഷൻ, ലെസ്ഫുൾ ടൈറൻസ് ആൻഡ് കോൾ ബ്ലഡഡ് ഇൻട്രിഗ്യൂ, അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു അന്ന സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബ്ലഡ് ഷെഡും കറപ്ഷനും സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെ സൊസൈറ്റിയും ഒക്കെ. അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്. സോ വി ക്യാൻ സീ ദ ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ പ്ലേസ് ഇൻ ദ ജാക്കോബിയൻ പീരിയഡ് എന്ന് നമുക്ക് പറയാം. അടുത്തത് പറയുന്നത് ദ ആബ്സെൻസ് ഓഫ് ദ ഫൂൾ. എന്താ ആബ്സെൻസ് ഓഫ് ദ ഫൂൾ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ആബ്സെൻസ് എന്താണ് നോക്കാം. Webster did not use the traditional Shakespearean clown or fool, അല്ലേ? ഫൂളിനെ വിളിക്കുന്ന വിഡ്ഢി നമ്മൾ പറയില്ലേ, വിഡ്ഢിക്ക് വിളിക്കുന്ന വേറൊരു പേരാണ് ക്ലൗൺ. അപ്പം വെബ്സ്റ്റർ നമ്മുടെ ഷേക്സ്പീരിയൻ ട്രാജഡി അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ ഡ്രാമ പോലെ ഇത്തരത്തിലുള്ള ക്ലോണിനെയും ഫൂളിനെയൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷേക്സ്പിയർ എന്നാൽ പല ഡ്രാമേസിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വിഡ്ഢികളായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും ഷേക്സ്പിയറിൻ്റെ. എന്നാൽ വെബ്സ്റ്റർ ഇതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൂൾസ് ഇല്ലെങ്കിൽ അവിടെ എന്ത് നഷ്ടപ്പെടും? ഒരു കോൺസെപ്റ്റ്, കോമിക് റിലീഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലേ? അതായത് നമുക്ക് ഇപ്പോൾ ഒരു സിനിമ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാം. സിനിമ നമ്മൾ കാണുമ്പോൾ ഒരു സിനിമ നമുക്ക് ഭയങ്കര ദുരന്തമായി ട്രാജഡി ആയിട്ടുള്ളൊരു സിനിമയാണോ, അല്ലെങ്കിൽ എപ്പോഴും വെട്ടും കുത്തും ഭയങ്കരമായിട്ടുള്ള മാസ് പടം കാണാനാണോ? മാസ് പടമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള പടമാണെന്നുണ്ടെങ്കിലും അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? കുറച്ച് ഏരിയ കോമഡിക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ സംവിധായകന്മാർ മാറ്റിവെക്കും, അല്ലേ? അതെന്തിനാണ്? ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു കോമിക് റിലീഫാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ വാഴ 2, അപ്പോൾ അതിൽ ആളുകൾ എന്താ പറയുന്നത്? ഫസ്റ്റ് ഹാഫ് മൊത്തം കോമഡിയും സെക്കൻഡ് ഹാഫ് മൊത്തം കുറച്ച് കരയിപ്പിക്കാനുള്ളതുമാണ്, അല്ലേ? അപ്പോൾ അവിടെ കോമഡിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സോ അത് ഓഡിയൻസിന് വേണ്ട ഒരു കാര്യമാണ്, അല്ലേ? നെസസറി തിങ് ആണ് ഈ കോമിക് റിലീഫ്. അപ്പോൾ അത് ഷേക്സ്പിയറെ പോലുള്ള റൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ ഗിവിങ് ദ ക്യാരക്ടർ ലൈക്ക് ദ ഫൂൾസ്, അല്ലേ? ക്ലോൺസ് എന്ന് പറയുന്ന ഫൂൾസിനെയൊക്കെ വെച്ചിട്ട്. എന്നാൽ വെബ്സ്റ്റർ അത് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെബ്സ്റ്ററിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? കോമിക് റിലീഫ് കാണാൻ പറ്റില്ല. ഓക്കെ, ഇൻസ്റ്റെഡ് ഹി പ്രൊവൈഡഡ് റിലീഫ് ത്രൂ വേരിയേഷൻസ് ഓഫ് മൂഡ് ആൻഡ് ടെമ്പോ, അല്ലേ? പക്ഷേ ഇത്തരത്തിലുള്ള റിലീഫ് അദ്ദേഹം കൊടുത്തിരുന്നത് ഏതിലൂടെയൊക്കെയാണെന്നാണ്? പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് മൂഡ്സ് ആണ്, അല്ലേ? നമ്മുടെ നമുക്ക് കുറേ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ മൂഡിന്. ഒരു മൂഡാവില്ലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ വേറൊരു മൂഡായിരിക്കും. ഹാപ്പി മൂഡ് ഉണ്ടാവും, അല്ലേ? സാഡ് മൂഡ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ടെമ്പോയിലൂടെയും, അല്ലേ, അതേപോലെ തന്നെ മൂഡ് വേരിയേഷൻസിലൂടെയാണ് ഇത്തരത്തിലുള്ള റിലീഫ് അദ്ദേഹം കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഫൂൾസ് എന്നുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടല്ല. He used moments of unrelieved gloom, അല്ലേ, followed by sudden quiet pathos to keep the audience emotionally engaged, അല്ലേ? അതായത് അൺറിലീവ്ഡ് ഗ്ലൂം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ അൺറിലീവ്ഡ് ഗ്ലൂം എന്ന് പറയുന്നത്? അതായത് നമുക്ക്
റിലീവ് ചെയ്യുക. അൺറിലീവ്ഡ് എന്ന് പറഞ്ഞാൽ റിലീവ് ചെയ്യാത്തത് അല്ലേ, റിലീവ് ചെയ്യാത്തത്. അതായത് unrelieved gloom refers to a state of constant intense sadness, hopelessness or depression that never improves or lightens. അത് ഒരിക്കലും അത് ലൈറ്റൻ ആവുകയോ ഇമ്പ്രൂവ് ചെയ്യുകയോ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സാഡ്നെസ്, നമുക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ, നമ്മുടെ വിഷമം അല്ലേ, അത്തരത്തിലുള്ളൊരു ഗ്ലൂമി സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. എങ്ങനെ? ഫോളോഡ് ബൈ സഡൻ ആയിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള നമ്മുടെ പാത്തോസ്, നേരത്തെ പറഞ്ഞു അല്ലേ, ആ ക്വാളിറ്റി ഓഫ് ഇവോക്കിംഗ് പിറ്റി എന്ന് പറയുന്ന ആ സിറ്റുവേഷൻ, അത്തരത്തിലുള്ള പാത്തോസ് കൊടുത്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓഡിയൻസിനെ ഇമോഷണലി എൻഗേജ് ചെയ്യിപ്പിക്കാൻ വെബ്സ്റ്ററിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഈ 3 കാര്യങ്ങളാണ് ഡൊമിനൻ്റ് ടെൻഡൻസീസ് ആയിട്ട് വെബ്സ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഡൊമിനൻ്റ് ടെൻഡൻസീസ്. ഒന്ന് റിയലിസം വേഴ്സസ് റൊമാൻസ്, സെക്കൻഡ് വൺ എന്താണ്, സെക്കൻഡ് വൺ പറഞ്ഞ ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ട്, തേർഡ് വൺ ദ ആബ്സെൻസ് ഓഫ് ഫൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആബ്സെൻസ് ഓഫ് ദി ഫൂൾ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജോൺ വെബ്സ്റ്ററിൻ്റെ സറ്റയർ ആണ്. ഓക്കെ, സറ്റയർ നമുക്കറിയാം, സറ്റയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ഷേപഹാസ്യം എന്ന് നമുക്ക് പറയാം സറ്റയർ എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൊസൈറ്റിയിലെ എന്താ പറയുക നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ജോൺ വെബ്സ്റ്ററിൻ്റെയും സറ്റയർ, അദ്ദേഹത്തിൻ്റെ സറ്റയർ എത്രത്തോളം ആണുള്ളത് എന്ന് നോക്കാൻ പറയും. സറ്റയർ ഇൻ വെബ്സ്റ്റേഴ്സ് പ്ലേസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ഹ്യൂമർ, ഇറ്റ് ഇസ് എ ടൂൾ ഫോർ സോഷ്യൽ കോമെൻറ്ററി അല്ലേ. അപ്പോൾ വെറുതെ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാസ്യം അല്ലേ, കോമഡിക്ക് വേണ്ടി മാത്രമല്ല സറ്റയർ ഉപയോഗിച്ചിരുന്നത് ജോൺ വെബ്സ്റ്റർ, എന്നാൽ സോഷ്യൽ കമാൻഡറിൻ്റെ ഒരു ടൂളായിരുന്നു വെബ്സ്റ്ററിൻ്റെ സറ്റയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നൊരു ഒന്നാമത്തെ കാര്യമാണ് വൈഡ് റേഞ്ചിങ് ടാർഗറ്റ്സ്. അതായത് അദ്ദേഹം ടാർഗറ്റ് ചെയ്തായിരുന്നു സോഷ്യൽ അല്ലേ, സൊസൈറ്റിയിലുള്ള പല എവിൾസിനെയും അദ്ദേഹം ടാർഗറ്റ് ചെയ്തായിരുന്നു. അതൊരു വൈഡ് റേഞ്ചാണ് അല്ലേ, ഷോർട്ട് റേഞ്ച് അല്ല, വൈഡ് റേഞ്ചാണ്. ഹി കമൻസ് ഓൺ എവറിത്തിങ്. അത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ മാത്രമല്ല എല്ലാ കാര്യത്തിനെയും അല്ലേ, ഹി കമൻസ് ഓൺ എവറിത്തിങ്. ലൈക്ക് കിങ്ലിനെസ് അല്ലേ, രാജാക്കന്മാരുടെ ഒരു എന്താ പറയുക റൂഡായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെന്താണ് ദ ഫേറ്റ് ഓഫ് പ്രിൻസസസ്, ലോ, ദ നേച്ചർ ഓഫ് നൊബിലിറ്റി ആൻഡ് ദ ഹിപ്പോക്രസി ഓഫ് ദ ക്ലർജി അല്ലേ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്സും ആയിരുന്നു. സോ സറ്റയർ ഉപയോഗിച്ചിട്ട് ഇവരൊക്കെ നമ്മുടെ വെബ്സ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ദ വെർച്യൂ ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെർച്യൂ ഓഫ് റെസൊല്യൂഷൻ എന്താണ്? വെർച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേർച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, മലയാളത്തിൽ നമുക്ക് വേർച്യൂവിൻ്റെ അർത്ഥം എന്ത് പറയാൻ പറ്റും, പുണ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം അല്ലേ. റെസൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, റെസൊല്യൂഷനായിട്ടുള്ള കുറേ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമല്ലോ അല്ലേ, പുതിയ അധ്യായത്തിൽ നമ്മൾ തുടങ്ങാനിരിക്കുന്ന പുതിയ കാര്യങ്ങളാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക തീവ്രതയാണ് ഇവിടെ പറയുന്നത്. ദിസ് ഇസ് വെബ്സ്റ്റേഴ്സ് ആൻസർ ടു എ ഡാർക്ക് വേൾഡ് അല്ലേ. എന്തിനാണ് ഇത്തരത്തിലുള്ള ഡാർക്ക് വേൾഡ് സൃഷ്ടിക്കുന്നതെന്ന് വെബ്സ്റ്ററിനോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള ഒരു മറുപടി, ഒരു ആൻസറാണ് ഈ വെർച്യൂ ഓഫ് റെസൊല്യൂഷൻ എന്നുള്ളത്. ഇഫ് ദ വേൾഡ് ഇസ് എ പിറ്റ് ഓഫ് ഡാർക്ക്നെസ് വേർ എവ്രി വൺ ഡൈസ് അല്ലേ. അതായത് ഒരു വേൾഡ് എന്ന് പറയുന്നത് മൊത്തം പിറ്റ് ഓഫ് ഡാർക്ക്നെസ് ആണെന്ന് വിചാരിക്കുക അല്ലേ, എവിടെ നോക്കിയാലും ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡിൽ എല്ലാവരും മരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, സോ അതായത് ദ കോൺസെപ്റ്റ് അല്ലേ, ഹൗ ഷുഡ് എ പേഴ്സൺ ലൈഫ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുക? നമ്മൾ പറഞ്ഞു ഫുൾ ഡാർക്ക്നെസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ജോൺ വെബ്സ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ അവിടെ ഒരാൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക അല്ലേ? എല്ലാവരും മരിക്കുന്ന സിറ്റുവേഷനിൽ ഒരാൾക്ക് എങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റും? അതായത് വെബ്സ്റ്റർ ഡസൻ കെയർ ഇഫ് യു ആർ ഗുഡ് ഓർ എവിൾ ഇൻ ദ ട്രഡീഷണൽ സെൻസ് അല്ലേ. വെബ്സ്റ്റർ ഇപ്പം ഒരു ക്യാരക്ടർ ഗുഡാണോ എവിളാണോ അതിനൊന്നും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു ട്രഡീഷണൽ സെൻസിൽ നമുക്ക് പറയാൻ പറ്റും. വാട്ട് ഹി അഡ്മയേഴ്സ് എസ് റെസൊല്യൂഷൻ. പക്ഷെ അദ്ദേഹം അഡ്മയർ ചെയ്തായിരുന്നത് അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്തത് എന്തിനെയായിരുന്നു? ആ ഒരു റെസൊല്യൂഷനെ ആയിരുന്നു. അതായത് ദ സ്ട്രെങ്ത് ടു സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ് ആൻഡ് യുവർ പേർപ്പസ്. അതായത് നമുക്ക് നമ്മളായി ഇരിക്കാനും നമ്മുടെ സ്ട്രെങ്ത്തിനും അതേപോലെ തന്നെ നമ്മുടെ പേർപ്പസിനും എന്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രൂ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തിനെ, അതുപോലെ തന്നെ ഈവൻ വെൻ യു ആർ ഫേസിങ് ഡെത്ത് അല്ലേ, നമ്മൾ ഒരു ഡെത്തിലേക്ക് ഫേസ് ചെയ്യുക അല്ലെങ്കിൽ മരണത്തിലേക്ക് അടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ഇരിക്കാനും നമ്മുടെ പേർപ്പസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വാല്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ സ്ട്രെങ്ത്തിനെയാണ് ഇവിടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്.
ദെൻ ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് ഇവിടെ പറയുന്നത് എന്താ? ദിസ് ഇസ് മോസ്റ്റ് ഫേമസ് മോറൽ വാല്യൂ. ഇനി അടുത്തൊരു കാര്യമാണ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. എന്ത് ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് എന്ന്? ദിസ് ഇസ് മോസ്റ്റ് ഫേമസ് ഒരു മോറൽ വാല്യൂ ആണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ക്യാരക്ടർ ഇസ് എ ക്രിമിനൽ, ഇഫ് ദേ ഫേസ് ദെയർ എക്സിക്യൂഷൻ വിത്ത് കറേജ് ആൻഡ് ഇൻറ്റഗ്രിറ്റി, വെബ്സ്റ്റർ ഗിവ്സ് ദെം എ സർട്ടൻ റെസ്പെക്ട്. അല്ലേ, ഒരാളവിടെ എന്താണ്, ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആണെന്ന് വിചാരിക്കുക. അയാൾ പുറത്താക്കപ്പെടുക, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അയാളെ കൊല്ലുക, അല്ലെങ്കിൽ അയാളെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുക, അതിനാണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അല്ലെങ്കിൽ ഒബ്വിയസ് ആയി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ടുള്ള ക്രിമിനൽ എന്ത് ചെയ്യും? കറേജും ഒരു ഇൻറ്റഗ്രിറ്റി, അയാളുടെ ലൈഫിന് തന്നെ ഒരു ഇൻറ്റഗ്രിറ്റി, ഒരു ഡിഗ്നിറ്റിയും ഭയങ്കര കറേജിലൂടെയും അതിനെ നേരിടും. അല്ലേ, അതൊരു സർട്ടൻ റെസ്പെക്റ്റ് ആണെന്നാണ് വെബ്സ്റ്റർ പറയുന്നത്. അതാണ് ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡച്ചസ് ഓഫ് മാൽഫിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് ഈ ഡച്ചസ് മരിക്കാൻ പോകുന്നൊരു സിറ്റുവേഷനിൽ ആ സ്ത്രീക്ക് അറിയാം, ഡച്ചസിന് അറിയാം മരിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അവൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബെഗ് ചെയ്യുന്നില്ല, ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവിടെ ബെഗ് ചെയ്യുന്നില്ല. പകരം അവൾ കാമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ആം ഡച്ചസ് ഓഫ് മാൽഫി സ്റ്റിൽ. ഞാൻ മരിക്കുന്നത് വരെ, അല്ലേ, ഞാൻ ഇപ്പോഴും ഡച്ചസ് ഓഫ് മാൽഫിയാണ്, മാൽഫിയിലെ ഡച്ചസ് ഞാൻ തന്നെയാണ്. ഐ ആം ദ ഡച്ചസ് ഓഫ് മാൽഫി സ്റ്റിൽ. അല്ലേ, മരിക്കുന്നത് വരെ ഞാൻ ആരാണ്? ഡച്ചസ് ഓഫ് മാൽഫി തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതൊരു എന്താണ്, ഒരു റെസൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. ഹെർ സ്പിരിറ്റ് റിമെയിൻസ് അൺബ്രോക്കൺ ബൈ ഹെർ എനിമീസ്. അല്ലേ, അയാളുടെ ജീവിതം എന്താ ഈ പറഞ്ഞ ഡച്ചസിൻ്റെ ശരീരത്തെ, അല്ലേ, അല്ലെങ്കിൽ ആ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ വേണമെന്നുണ്ടെങ്കിൽ എനിമീസിന്, ശത്രുക്കൾക്ക് തോൽപ്പിക്കാം, പക്ഷേ ആ സ്പിരിറ്റിനെ ശത്രുക്കൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതന്നെയാണ് എന്ത്, വെർച്യൂ ഓഫ് റെസൊല്യൂഷൻ എന്നും പറയുന്നത്. ഓക്കെ ആണോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വെബ്സ്റ്റേഴ്സ് സറ്റയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജോൺ വെബ്സ്റ്റേഴ്സ് പെസിമിസം ആൻഡ് മോർബിഡിറ്റി എന്നുള്ളതാണ്. പെസിമിസം ആൻഡ് മോർബിഡിറ്റി. ഓക്കെ, പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് ഒപ്റ്റിമിസം. അല്ലേ, നമുക്കറിയാം ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം. ആ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്നതൊക്കെ നല്ലതിന് എന്ന് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിനെയാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. സോ ദ ഡിറക്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് മീനിങ് ഇസ് പെസിമിസം. അല്ലേ, നെഗറ്റീവായിട്ടുള്ള ഒരു ടോണ്, അതിനെയാണ് പെസിമിസം എന്ന് പറയുന്നത്. അപ്പോൾ പെസിമിസം കൂടുതലായിട്ടും ജോൺ വെബ്സ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോർബിഡിറ്റി, അതായത് മരണാവസ്ഥ, അല്ലേ, ഡെത്ത്, അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് പെർഹാപ്സ് ദ മോസ്റ്റ് ഫേമസ് ആസ്പെക്ട് ഓഫ് വെബ്സ്റ്റേഴ്സ് ആർട്ട്. ഈ രണ്ടെണ്ണം വെബ്സ്റ്ററിൻ്റെ ആർട്ടിൽ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളാണ്. ഹി റോട്ട് ഡ്യൂറിങ് ടൈം വെൻ ഓൾഡ് വാല്യൂസ് വർ ബ്രേക്കിംഗ് ഡൗൺ ആൻഡ് ന്യൂ വൺസ് ഹാഡ് ഇൻ യെറ്റ് ബീൻ ബോൺ. അല്ലേ, സോ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത് പഴയ വാല്യൂസൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും, അതുപോലെ തന്നെ പുതിയ വാല്യൂസ് എല്ലാം മുന്നിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. ആ ഒരു രണ്ടിൻ്റെയും ഇടയിലായിരുന്നു ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഡാർക്കനായിട്ടുള്ളൊരു വേൾഡ് ആയിരിക്കുന്നു. അല്ലേ, അതായത് പുതിയ വാല്യൂസ് വന്നിട്ടുമില്ല, എന്നാൽ പഴയ വാല്യൂസ് അവിടെ നശിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം വെബ്സ്റ്ററിൻ്റെ വർക്ക്സ് എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡിലും ഒരു പെസിമിസ്റ്റിക് ഷെയ്ഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് രണ്ട് കോൺസെപ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ദ പേപ്പർ പ്രിസൺ ഓഫ് ദ ബോഡി ആൻഡ് സ്റ്റാർസ് ടെന്നീസ് ബോൾ എന്നുള്ളത്. ഓക്കെ, സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദ പേപ്പർ പ്രിസൺ ഓഫ് ദ ബോഡി എന്ന് നോക്കാം. ഹി ഓഫൺ ഡിസ്ക്രൈബ്സ് ദ ഹ്യൂമൻ ബോഡി ആസ് എ പേപ്പർ പ്രിസൺ യൂസ്ഡ് ടു കീപ് ഫ്ലൈസ്. ദിസ് ഹൈലൈറ്റ്സ് ഹിസ് വ്യൂ ദാറ്റ് അവർ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇസ് ഫ്രൈജൈൽ ആൻഡ് സംവട്ട് കണ്ടംപ്റ്റിബിൾ കമ്പയർഡ് ടു ദ എർത്ത് വർംസ് we eventually became എന്നുള്ളതാണ് പറയുന്നത്. എന്താണത്? അതായത് ഈ പേപ്പർ പ്രിസൺ ബോഡി എന്ന് പറഞ്ഞാൽ, അതായത് പേപ്പർ ഒരു പ്രിസൺ ആണ്. ഓക്കെ, ഒരു പേപ്പർ എടുക്കുക വെച്ചാൽ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ പ്രിസൺ ആണെന്നാണ് പറയുന്നത്. അതായത് അതൊരു മെറ്റഫറാണ് കേട്ടോ, നമ്മൾ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റഫറായിട്ടാണ് ഇവിടെ വെബ്സ്റ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഹ്യൂമൻ ഫിസിക്കൽ ഫോമിനെ കാണിക്കാനുള്ള ഒരു മെറ്റഫർ. അതായത് ദ മീനിങ്, ഇമാജിൻ എ ടൈനി ഫ്ലൈ ട്രാപ്ഡ് ഇൻ എ കേജ് made of a thin paper. It's fragile and the fly can never truly be free until the paper is turned. നിങ്ങൾ വിചാരിച്ചു ഒരു പേപ്പർ എടുക്കുക,
അത് ഒരു കൂടാണ് വിചാരിക്കുക, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂട്. ആ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ പേപ്പറിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൈ അല്ലേ, ഒരു ഈച്ച കുടുങ്ങി വിചാരിക്കാം. ആ ഈച്ചയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ആ പേപ്പർ എപ്പോഴാണോ കീറുന്നത് അതുവരെ ആ ഒരു കൂടിൻ്റെ ഉള്ളിൽ അല്ലേ, ആ പേപ്പർ കൂടിൻ്റെ ഉള്ളിൽ ഈ ഫ്ലൈ എന്താണ്, ട്രാപ്ഡ് ആണ്. ഓക്കെ. സോ വെബ്സ്റ്ററിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ബിലീവ്ഡ് അവർ സോൾസ് ആർ ദ ഫ്ലൈസ് ആൻഡ് അവർ ബോഡീസ് ആർ ദ പേപ്പർ പ്രിസൺ. അപ്പോൾ ഇതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. അതായത് നമ്മുടെ സോൾസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫ്ലൈസ് ആണ്, ഈച്ച പോലെയാണ് നമ്മുടെ സോൾസ്, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി എന്താണ്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഈ പേപ്പർ പ്രിസൺ ആണ് എന്നുള്ളതാണ്. ദ ബോഡി ഈസ് വീക്ക്, ഇറ്റ് ഗെറ്റ്സ് സിക്ക്, ഇറ്റ് ഏജസ് ആൻഡ് ഇറ്റ് ഇവൻച്വലി റോട്ട്സ് അല്ലേ. അതായത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് വീക്കാണ് അല്ലേ, നമുക്ക് ഏജ് ആവുന്നതോടും നമ്മുടെ ബോഡി എന്ത് ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കും, നശിക്കുക മീൻസ് സിക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്താണ്, ഇവൻച്വലി അത് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ലെസൺ അല്ലെങ്കിൽ ഒരു പാഠം, വെബ്സ്റ്റർ ഇതും കൊണ്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഓഡിയൻസിനോട് പറയാണ്, ഹി ഈസ് ടെല്ലിങ് ടു ഹിസ് ഓഡിയൻസ് ദാറ്റ് നോട്ട് ടു ബി ടു പ്രൗഡ് ഓഫ് ദെയർ ബ്യൂട്ടി ഓർ സ്ട്രെങ്ത്, because we all are just living tissue that will eventually be earthworms meat. It's a very morbidity focused way of saying that the soul is more important than the skin അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് വളരെ അധികം അല്ലേ, എന്താ പറയുക, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ബോഡി. അതുപോലെ തന്നെ നമ്മളൊരു ലിവിങ് ടിഷ്യൂ ആണ് അല്ലേ, ജീവിച്ചിരിക്കുന്ന ഒരു ടിഷ്യൂ, വെറും കലകൾ അല്ലേ, കോശകലകൾ മാത്രമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്താവാം, മരണപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് ഈ മണ്ണിരകൾക്ക് ഭക്ഷണമായിട്ട് പോകുന്നതാണ് അല്ലേ. നമ്മളെ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മണ്ണിരയ്ക്ക് ഭക്ഷണമാണ്. അല്ല നമ്മൾ ഈ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അതാണ് ഇതാണ് ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പോകുന്നത് മണ്ണിൻ്റെ അടിയിലേക്കാണ്. ഈ എർത്ത് വേംസിൻ്റെ ഒക്കെ ഭക്ഷണമായിട്ട് തീരുന്നതാണ് എല്ലാ മനുഷ്യ ബോഡിയും എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇയാൾ പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ വെരി മോബിഡിറ്റി ഫോക്കസ്ഡ് അല്ലേ, മോബിഡിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ വേ ഓഫ് സേയിങ് ദാറ്റ് ദ സോൾ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സ്കിൻ അല്ലേ. നമ്മുടെ സോള്, നമ്മുടെ ആത്മാവാണ് മോർ ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ നമ്മുടെ സ്കിന്നല്ല. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനോ നമ്മുടെ ബോഡിക്കോ കൊടുക്കുന്ന ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ ആ ബ്യൂട്ടിയോ സ്ട്രെങ്തോ ഒന്നും ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഓക്കെ. സോ ആ ഒരു മോർബിഡിറ്റീനെ ഫോക്കസ് ചെയ്തോട്ട് അദ്ദേഹം പറയണം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ അൺഹെൽത്തി ആവാം, നമ്മൾ മരിച്ചു പോകാം എന്നുള്ളൊരു സിറ്റുവേഷനാണ് മോർബിഡിറ്റി എന്ന് പറയുന്നത്. സോ ദ ഇമ്പോർട്ടൻസ് ഗോസ് ടു ദ സോൾ നോട്ട് ടു ദ സ്കിൻ എന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. ഓക്കെ. സോ ദാറ്റ്സ് ദ പേപ്പർ പ്രിസൺ ഓഫ് ദ ബോഡി എന്നുള്ളത്. ഇനി അടുത്തത് ദ സ്റ്റാർസ് ടെന്നീസ് ബോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ലൈൻസ് ഇൻ ഓൾ ഓഫ് ജാക്കോബിയൻ ലിറ്ററേച്ചർ. ഈ സ്റ്റാർസ് ടെന്നീസ് ബോൾ എന്ന് പറയുന്നത് നമുക്ക് ജാക്കോബിയൻ ലിറ്ററേച്ചർ കാണപ്പെടുന്ന ഒരു മോസ്റ്റ് ഫേമസ് ലൈനാണ് കേട്ടോ. അതായത് ഒരു ടെന്നീസ് ബോളിൽ അല്ലെങ്കിൽ ഒരു ടെന്നീസ് ഗെയിം എടുത്തിട്ട് നിങ്ങളൊന്ന് എക്സാമ്പിളായിട്ട് ഒരു ടെന്നീസ് ഗെയിം എടുക്കുക. അതിൽ നമ്മൾ ആ ടെന്നീസ് ബോൾ പറയുന്നത് ആ ബോളിൻ്റേതായ വല്ല എയിമുണ്ടോ, അല്ലെങ്കിൽ ആ ബോളിന് എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? ഇല്ല അല്ലേ. എവിടെ പോകണമെന്നോ അവിടെ നിൽക്കണമെന്നോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് ആ പ്ലേയേഴ്സ് ആ ബോളിനെ അങ്ങോട്ട് തട്ടണു ഇങ്ങോട്ട് തട്ടണു അല്ലേ. ബോളിൻ്റേതായ ഒരു ഇഷ്ടങ്ങളോ ബോളിൻ്റേതായ ചോയ്സോ അവിടെ ഇല്ല. പ്ലേയേഴ്സിൻ്റെ റാക്കറ്റ്സിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നു, മുന്നോട്ടും പിന്നോട്ടും ഒക്കെ തട്ടുന്നു. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെറ്റഫർ, ഇതും ഒരു മെറ്റഫറാണ് കേട്ടോ ലൈഫിൻ്റെ. ദ പ്ലേയേഴ്സ് ആർ ദ സ്റ്റാർസ് അല്ലേ. ഇവിടെ പ്ലെയറാണ് ആ സ്റ്റാർസ് ആയിട്ട് പറയുന്നത്. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെയ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി, നമ്മൾ പറയില്ലേ വിധി എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ പ്ലെയേഴ്സാണ് അവിടെ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറയാം. ആൻഡ് വി ആർ ദ ഹ്യൂമൻ അല്ലേ. വി പറഞ്ഞാൽ ഹ്യൂമൻസ് ആർ ദ ടെന്നീസ് ബോൾസ് അല്ലേ. ആ ടെന്നീസ് ബോൾസ് എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മളെ വിധി എന്ന് പറയുന്ന ഒരു കാര്യം തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, നമുക്കവിടെ ചോയ്സ് ഇല്ല എന്നാണ് ആര് പറയുന്നത്, ജോൺ വെബ്സ്റ്റർ പറയുന്നത്. അതായത് അതിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദിസ് റെപ്രസെൻറ്റ്സ് ഫേറ്റലിസം അല്ലേ. ആ ഒരു വിധിയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്, ഫേറ്റലിസ്റ്റ്. വെബ്സ്റ്റർ ഈസ് സെയിങ് ദാറ്റ് നോ മാറ്റർ ഹൗ ഹാർഡ് വി പ്ലാൻ ഓർ ഹൗ ഗുഡ് വി ആർ അല്ലേ. നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്യുന്നവോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഗുഡാണോ അതിലൊന്നും ഒരു കാര്യമില്ല. വി ആർ ഓഫൺ ജസ്റ്റ് വിക്ടിംസ് ഓഫ് റാൻഡം ചാൻസസ് ഓർ എ കോൾഡ് ഇൻഡിഫറൻസ് യൂണിവേഴ്സ് അല്ലേ. നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരു റാൻഡം ചോയ്സസ് ആണ് അല്ലേ. ഇവിടെ വന്ന് ജനിക്കുന്നു,
എപ്പോൾ വേണമെങ്കിലും നമുക്ക് മരണപ്പെടാം, ആർക്ക് വേണമെങ്കിലും നമ്മൾ തട്ടിക്കളിക്കാം അല്ലേ. സോ വി ആർ സ്ട്രക്ക് ആൻഡ് ഹാൻഡഡ്, നമ്മൾ സ്ട്രക്കും അവിടെ ഹാൻഡഡുമാണ്, അല്ലേ, നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വിച്ച് വേ ഇറ്റ് പ്ലേസസ് എ ഫേറ്റ്സ് ആൻഡ് വി ഹാവ് വെരി ലിറ്റിൽ കൺട്രോൾ ഓവർ അവർ അൾട്ടിമേറ്റ് എൻഡ് അല്ലേ. നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടൊരു എൻഡിനോട് ഓവറായിട്ടുള്ളൊരു കൺട്രോളിങ് പവർ ഉണ്ടോ? ഇല്ല. നമുക്ക് വെരി ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രോളിങ് എന്താണ് ലിറ്റിലായിട്ടുള്ള കൺട്രോൾ മാത്രമേ നമ്മുടെ അൾട്ടിമേറ്റ് എൻഡിനോട് നമുക്കുള്ളൂ. അതാണ് ഈ ദ സ്റ്റാർസ് ടെന്നീസ് ബോൾസ് എന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്. സോ ഇത്രയും ഈ രണ്ട് കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് യെസ്, ജോൺ വെബ്സ്റ്റേഴ്സിൻ്റെ പെസിമിസം. അപ്പോൾ ഇതിലൊക്കെ കാണുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ പെസിമിസത്തിൽ വരുന്ന ഈ നമ്മുടെ പേപ്പർ പ്രിസൺ ഓഫ് ദ ബോഡി, സ്റ്റാർസ് ടെന്നീസ് ബോൾസ്, ഇതിലൊക്കെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കാണാൻ പറ്റുമോ? ഇല്ല, ഇതെല്ലാം നെഗറ്റീവാണ്. നമുക്ക് ഒരു എന്താ പറയുക, അത്രയും നെഗറ്റീവ് ഷെയ്ഡ് തോന്നിക്കുന്ന കോൺസെപ്റ്റ്സുകളാണ് ഇതെല്ലാം അല്ലേ. നമുക്ക് നമ്മളോട് തന്നെ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാമാണ് ജോൺ വെബ്സ്റ്ററിൻ്റെ ആ ഒരു പെസിമിസം ആൻഡ് മോബിഡിറ്റി എന്ന് പറയാൻ അല്ലേ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള യൂസേജസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിക്ലൈൻ ഓഫ് ഡ്രാമ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ജാക്കോബിയൻ ഡ്രാമയുടെ എവല്യൂഷൻ ഓഫ് ജാക്കോബിയൻ ഡ്രാമ നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഡ്രാമ ഇവോൾവ് ചെയ്ത് വന്നത്, ആഫ്റ്റർ എലിസബത്തൻ ഏജ് എങ്ങനെയാണ് ജാക്കോബിയൻ ഏജിലേക്ക് കടന്നപ്പോൾ ഡ്രാമയ്ക്ക് ഉണ്ടായ മാറ്റങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഗോൾഡൻ ഏജിൽ നിന്നും ഡാർക്കൻ ഏജിലേക്ക് വന്നു അല്ലേ. ജാക്കോബിയൻ ഇറയായപ്പോഴേക്കും ഡാർക്കായി. അപ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് ഡ്രാമയൊക്കെ പിന്നീട് ഒരു ഡാർക്കൻ ഏജ് ഓഫ് ഡ്രാമയായി മാറി തുടങ്ങി. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് അവിടെ എന്ത് സംഭവിക്കും അല്ലേ, ഡ്രാമ മൊത്തമായിട്ട് നശിക്കപ്പെടും. അതാണ് ഈ ഡിക്ലൈൻ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. വെബ്സ്റ്റർ വാസ് വൺ ഓഫ് ദ ലാസ്റ്റ് ഗ്രേറ്റസ്റ്റ്. ആഫ്റ്റർ ഹിം ഇംഗ്ലീഷ് ഡ്രാമ ബിഗാൻ എ ഷാർപ്പ് ഡിക്ലൈൻ ഫോർ സെവറൽ റീസൺ അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ജോൺ വെബ്സ്റ്ററാണ് ഈ ഇംഗ്ലീഷ് ഡ്രാമയുടെ ലാസ്റ്റായിട്ട് കാണപ്പെട്ട ഒരു കണിക അല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശേഷം ഇംഗ്ലീഷ് ഡ്രാമ ഒരു ഷാർപ്പായിട്ടുള്ള ഡിക്ലൈനിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് റീസൺസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ലോസ് ഓഫ് യൂണിവേഴ്സൽ അപ്പീൽ. Okay, first one is the laws of universal appeal. Okay, the laws of universal appeal എന്താണത്? അതായത് ഷേക്സ്പിയർ റോട്ട് ഫോർ എവ്രി വൺ. യൂണിവേഴ്സൽ അപ്പീൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപ്പീൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ്. അപ്പോൾ കോമൺ മാൻ അല്ലേ, കോമൺ മാൻ എന്ന് പറയും കൂടിയാണ്, എല്ലാവരിലും ഉൾപ്പെട്ട ആൾ കൂടിയാണ് ഈ കോമൺ മാൻ അല്ലേ, സാധാരണ മനുഷ്യർ. അപ്പോൾ ഷേക്സ്പിയർ ഒക്കെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫ്രം കിങ്സ് ടു ദ പുവർ പീപ്പിൾ സ്റ്റാൻഡിങ് ഇൻ ദ പിറ്റ് അല്ലേ, അതായത് ഫ്രം ദ കിങ്സ് ടു ദ പുവർ പീപ്പിൾ, അതായത് കിങ്സിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പുവർ പീപ്പിളിന് വേണ്ടിയിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വെബ്സ്റ്ററിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡ്രാമ എന്ന് പറയുന്നത് എലിറ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ഒതുങ്ങി അല്ലേ. എലിറ്റിസ്റ്റ് അതായത് എന്താണ്, ഉയർന്ന ആളുകൾക്ക് മാത്രം. ഇറ്റ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺലി ഓൺ ദ tastes of the court and the highly educated, losing its connection to the general public അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രാമകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓൺലി അല്ലേ, ദേ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺലി ഓൺ ദ ടേസ്റ്റ് ഓഫ് ദ കോർട്ടിൻ്റെയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ടേസ്റ്റിലേക്ക് മാത്രം ജാക്കോബിൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഡ്രാമ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അവർ ജനറൽ പബ്ലിക്കുമായിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് അവിടെ കട്ട് ചെയ്യേണ്ടി വന്നു. ഓക്കെ, സോ അതാണ് ലോസ് ഓഫ് കോമൺ മാൻ അല്ലെങ്കിൽ ലോസ് ഓഫ് യൂണിവേഴ്സൽ അപ്പീൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആബ്സെൻസ് ഓഫ് മോറൽ വാല്യൂസ് എന്നുള്ളത്. ഓക്കെ, അതായത് ഈ ആബ്സെൻസ് ഓഫ് മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ജോൺ വെബ്സ്റ്റർ മോറൽ വാല്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആബ്സെൻസ് തുടങ്ങി. അതായത് പ്ലേസ് ബിഗൻ ടു ഫോക്കസ് ഓൺ അൺപ്ലസൻറ്റ് തീംസ് അല്ലേ. അൺപ്ലസൻറ്റ് തീംസിലേക്ക് ഈ ഇത്തരത്തിലുള്ള പ്ലേസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് എങ്ങനെയൊക്കെ, അതായത് സെക്ഷൽ ഇൻഫിഡലിറ്റിയും ജസ്റ്റ് ടു പ്ലീസ് വൾഗറൈസ്ഡ് ഓഡിയൻസ് അല്ലേ, വൾഗറായിട്ടൊക്കെ ഡ്രാമയെ ചിത്രീകരിക്കാൻ തുടങ്ങി. അത്തരത്തിലുള്ള ഓഡിയൻസിന് കോൺസെപ്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു ഹൈ സീരിയസ്നെസ്സിലേക്ക് അവിടെ മാറി തുടങ്ങി അല്ലേ. അപ്പോൾ മോറൽ വാല്യൂസിൻ്റെ ഒരു ഡിക്ലൈൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് പറയുന്നത്. ആൻഡ് റൈറ്റേഴ്സ് ബിഗൻ ടു യൂസ് സെൻസേഷണലിസം. അപ്പോൾ ആ കാലഘട്ടത്തിലെ ആൾക്കാർ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുതന്നെയാണ് സെൻസേഷണലിസം. ഓക്കെ, സെൻസേഷണലിസം ആ ഒരു യൂസേജിലേക്ക് പോയി. ഇൻസ്റ്റെഡ് ഓഫ് ഡീപ്പ് തീംസ് അല്ലേ, അതായത് കുറച്ച് ഡീപ്പായിട്ടുള്ള തീംസിന് പകരം അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഫോർബിഡൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലേ, ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ലൈക്ക് ഇൻസെസ്റ്റ് ആൻഡ് എക്സ്ട്രീം വയലൻസ് ജസ്റ്റ് ടു കീപ് ദ ഓഡിയൻസ് അറ്റൻഷൻ. എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് ഒക്കെ ആയിട്ടുള്ള തീംസ് ആണ് അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. എന്തിനാ അതൊക്കെ? ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ.
സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ബിക്കെയിം മോർ എബൌട്ട് ബ്ലഡ് ആൻഡ് ഗട്ട്സ് അല്ലേ, അത് കൂടുതലും ഫോക്കസ് ചെയ്തത് ബ്ലഡ് ആൻഡ് ഗട്ട്സിനെയാണ് അല്ലേ. ആൻഡ് ലെസ് എബൌട്ട് യുവർ ഹ്യൂമൻ സോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസിന് അവിടെ ഒരു വാല്യൂ കുറഞ്ഞു. നേരെ മറിച്ച് ബ്ലഡ് ആൻഡ് ഗട്ട്സിനാണ് അല്ലേ കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആബ്സെൻസ് ഓഫ് മോറൽ വാല്യൂസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫീരിയർ ടെക്നിക്സ് എന്നുള്ളത്. ഇൻഫീരിയർ ടെക്നിക്സിൽ പറയുന്നത് സക്സസേഴ്സ് ലാക്ക് ദ മൈറ്റി ലൈൻ ഓഫ് മാർലോ ഓഫ് ദ വൈറ്റൽ ബ്ലാങ്ക് വേഴ്സ് ഓഫ് ഷേക്സ്പിയർ അല്ലേ. അതായത് ഈ മൈറ്റി ലൈൻ ഇതൊക്കെ സക്സസേഴ്സ്, ഇത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ലാക്ക് ചെയ്യാൻ തുടങ്ങി. അവർക്ക് അതിൻ്റെ ടെക്നിക്സ് ഒന്നും കൂടുതലായിട്ടും കിട്ടിയില്ല. പിന്നെ മാർലോൻ്റെ യൂസേജ് ഓഫ് ദ വൈറ്റൽ ബ്ലാങ്ക് വേഴ്സ് ഷേക്സ്പിയറിൻ്റെ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അല്ലേ, ഇത് റൈറ്റിംഗ് ബിക്കെയിം വീക്ക് ആൻഡ് ടേസ്റ്റ്ലെസ്, ഒരു ടേസ്റ്റ്ലെസ് ആയി മാറാൻ തുടങ്ങി. അവരുടെ റൈറ്റിംഗ് വീക്ക് ആവാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഒക്കെ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഇത്തരത്തിലുള്ള ഒരു ഡിക്ലിനേഷൻ ഡ്രാമയിലേക്ക് വരാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അടുത്തത് ദ വുഡൻ ക്യാരക്ടേഴ്സ്. എന്താ വുഡൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മരപ്പാവകൾ നമ്മൾ പറയില്ലേ. അപ്പോൾ ഡ്രാമയിൽ ഉള്ള ക്യാരക്ടേഴ്സ് അല്ലേ, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ അവർ ജീവിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞായിരുന്നത് അല്ലേ. അപ്പോൾ ക്യാരക്ടേഴ്സ് ഒരു റിയൽ പീപ്പിളായിട്ട് നമുക്ക് തോന്നുന്നത് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു ഫീലിംഗ് ആൾക്കാർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. ഓക്കെ, അവർ അല്ലേ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ആ ഒരു ഫീലിംഗ് അവിടെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് സ്റ്റോപ്പ് ചെയ്തു. ദേ ബിക്കെയിം സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ലൈക്ക് എ കാർഡ്ബോർഡ് കട്ട് ഔട്ട് ഓഫ് എ ബാഡ് കിങ് ഓർ ലസ്ഫുൾ വില്ലൻ അല്ലേ. ഇപ്പോൾ ഒരു ബാഡ് കിങ് ആണ് ക്യാരക്ടർ വിചാരിക്കുക, അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ലസ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലനുണ്ട്. ഇവരൊക്കെ ഒരു കാർഡ്ബോർഡ് കട്ടിങ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ, കുറച്ച് ഇമോഷൻസ് ഒന്നുമില്ല, നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാം ഇവരിങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളത്. സോ അല്ലേ വുഡൻ ആയിട്ടുള്ള ക്യാരക്ടർ ആവാൻ, ഹു ജസ്റ്റ് റിപ്പീറ്റഡ് ദ സെയിം ആക്ഷൻസ് ഇൻ എവറി പ്ലേ. എല്ലാ പ്ലേസിലും നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് ദ അനദർ റീസൺ ഫോർ ദ ഡിക്ലിനേഷൻ ഓഫ് ഡ്രാമ, ദ വുഡൻ ക്യാരക്ടർ പ്രോബ്ലം. അടുത്തത് ദ ഫൈനൽ കർട്ടൻ ആണ്. അതായത് ദ പ്യൂരിറ്റൻ എന്താണ് പറയുന്നത്, പ്യൂരിറ്റൻ ഒപ്പോസിഷൻ അല്ലേ. ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് 1642 കേട്ടോ ഈ ഒരു കാര്യം വന്നിട്ടുള്ളത്. ഫൈനൽ കർട്ടൻ നമുക്ക് 1642 ആണെന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റത്തെ ഒരു കർട്ടൻ, അതായത് ലാസ്റ്റ് ഡ്രാമ അല്ലേ. ദ പ്യൂരിറ്റൻസ് ആരാണ്, റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചേർച്ചിനെ പ്യൂരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഈ പ്യൂരിറ്റൻസ്. അവർ കുറച്ചൊരു റിലീജിയസ് ആയിരിക്കും. അപ്പോൾ ഈ ഡ്രാമയൊക്കെ ഡ്രാമയൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് റിലീജിയസിനെതിരെ എഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ പറഞ്ഞു നടന്നായിരുന്നത്. അവർ പൊളിറ്റിക്കൽ പവർ ഗെയിൻ ചെയ്യാനും ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ വ്യൂഡ് തിയേറ്റേഴ്സ് ആസ് സ്കൂൾസ് ഓഫ് സിൻ ആൻഡ് കാറ്റർപില്ലേഴ്സ് ഓഫ് കോമൺവെൽത്ത്. അതെ, അവർ കണ്ടിരുന്നത് എന്താണ്, കോമൺവെൽത്തിൻ്റെ ഒരു കാറ്റർപില്ലറായിട്ടും സ്കൂൾസ് ഓഫ് സിൻ ഒക്കെ ആയിട്ടാണ് തിയേറ്ററിനെ കണ്ടിരുന്നത്. ദേ ഇവഞ്ച്വലി പാസ്ഡ് എ ലോ ക്ലോസിങ് ഓൾ തിയേറ്റേഴ്സ് വിച്ച് സ്റ്റേഡ് ഷട്ട് ഫോർ ഓൾമോസ്റ്റ് 20 years. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഒരു ലോ അവിടെ പാസ് ചെയ്യുകയാണ്. ആ ലോ പാസ് ചെയ്തപ്പോൾ അവിടെ അവിടെയുള്ള എല്ലാ തിയേറ്റേഴ്സും ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്റ്റേ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ 20 വർഷത്തോളം ആ ജാക്കോബിയൻ പീരീഡിൽ നിന്നും 20 വർഷത്തോളം ഡ്രാമാസും തിയേറ്റേഴ്സൊക്കെ അവിടെ പറ്റേ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ കാറ്റർപില്ലേഴ്സ് ഓഫ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റർപില്ലേഴ്സ് ഓഫ് കോമൺവെൽത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അതായത് കാറ്റർപില്ലേഴ്സ് ഓഫ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി റെഫേഴ്സ് ടു എ മെറ്റഫോർ ഫോർ പാരറ്റൈസസ് ഓർ ഡിസ്ട്രക്റ്റീവ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റിയിലുള്ള നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന റിലീജിയസ് കാര്യങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നൊക്കെയാണ് അതിനെ കണ്ടിരുന്നത്. ഓക്കെ, ഒരു പാരസൈറ്റ്സ് ആണ് അത്തരത്തിലുള്ള ആൾക്കാർ. അതിനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഒരു മെറ്റഫറാണ് കാറ്റർപില്ലേഴ്സ് ഓഫ് ദ കോമൺവെൽത്ത് എന്നുള്ളത്. ഓക്കെ, ഫേമസ്ലി യൂസ്ഡ് ഇൻ ഷേക്സ്പിയറിൻ്റെ റിച്ചാർഡ് II എന്നുള്ള ഒരു വർക്കിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളൊരു ലൈനാണിത്. ഓക്കെ, അതെന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്തത്, സപ്പോർട്ടേഴ്സ് ഓഫ് ബോയിലിംഗ് ബ്രോക്ക് റെഫറൻസിങ് കാറ്റർപില്ലേഴ്സ് ആസ് extortioners. Okay, it is also the title of 2015 musical episode Will Cannoli. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഡിസ്ട്രക്റ്റീവ് പവേഴ്സിൻ്റെ അല്ലേ, അതായത് സൊസൈറ്റിയുടെ നാശനഷ്ടത്തിന് കാരണമായിട്ടുള്ള ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാൻ വിളിച്ചൊരു പേരാണ്. ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള റിച്ചാർഡ് II ഉപയോഗിച്ചൊരു യൂസേജാണ് കാറ്റർപില്ലേഴ്സ് ഓഫ് കോമൺവെൽത്ത്. അപ്പോൾ
ഈ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കാറ്റർപില്ലേഴ്സ് ഓഫ് കോമൺവെൽത്ത് ആണ് എന്നാണ് അന്ന് അവിടെ പ്യൂരിറ്റൻസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്യൂരിറ്റൻ ഒപ്പോസിഷനും എന്തിന് കാരണമാണ്, ഡിക്ലൈനേഷൻ ഓഫ് ഡ്രാമയ്ക്ക് കാരണമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ യൂണിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് നിങ്ങളുടെ ഡിക്ലിനേഷൻ ഓഫ് ഡ്രാമ അല്ലേ അത് കാണാൻ പറ്റും. സോ ഈ യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ വെബ്സ്റ്ററിൻ്റെ വേൾഡും അല്ലേ, എങ്ങനത്തെ വേൾഡായിരുന്നു വെബ്സ്റ്ററിൻ്റെ വേൾഡ് എന്ന് പറയുന്നത്, ട്രൂലി പെസിമിസ്റ്റിക് ആയിട്ടും അല്ലേ, ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഗ്നിറ്റി വെച്ചിട്ടാണ് അദ്ദേഹം ആ ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് നമ്മളവിടെ പറഞ്ഞു അല്ലേ, ഡിഗ്നിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ ലാസ്റ്റ് അവർ മരിക്കുകയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇതെല്ലാം എന്താണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ usages, the characteristic features and the tendencies and the contributions, all about the John Webster's, all about the writer John Webster and Jacobean drama. Okay, so this is all about the chapter. Now the chapter, the unit, the second unit. Okay, so that's it. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അത് നന്നായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. ഓക്കെ, അതിൽ വേറെ കുറേ വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ടോപ്പിക്സും ഒന്നും കൂടി നന്നായിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.